ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വില്ലേജ് റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഈ കൊറോണയും നമ്മുടെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഡിലേ വന്നു. ഏകദേശം 2 ആഴ്ചക്കടുത്തായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി നമ്മുടെ സോയാബീനും കൊണ്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സോയാബീൻ കൊണ്ട് നമുക്ക് സോയാ ചില്ലി, നമ്മൾ ചിക്കൻ ചില്ലിയൊക്കെ കഴിക്കുന്ന പോലെ അല്ല, ഇതിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചില്ലിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പുതിയ ലേറ്റസ്റ്റ് വീഡിയോസിനൊക്കെ എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സോയാ ചില്ലി അങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ സോയാ ചില്ലി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടതുപോലെ ഞാനിപ്പോൾ ഇവിടെ 2-3 പാക്കറ്റ് വേണ്ടതല്ല സോയാബീനാണ് എടുത്തേക്കുന്നത്. വേണ്ട, ഇത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന ടൈപ്പ് അല്ല. ഇത് വെറൈറ്റി ഐറ്റമാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഞാൻ കാണിച്ചുതരാം. പ്രോട്ടക്സ് എന്ന് പറയുന്നൊരു കമ്പനി ബ്രാൻഡാണിത്. സെയിം നമ്മുടെ സോയാബീൻ ടൈപ്പ് തന്നെയാണിത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ചൂടുവെള്ളം, നമ്മൾ സെയിം സോയാബീൻ എങ്ങനെ കറി വെക്കുന്ന അതേ സെയിം മെത്തേഡ് തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ചൂടുവെള്ളത്തിനകത്തേക്ക് നമുക്ക് ഈ സോയാബീൻ ഇട്ട് ജസ്റ്റ് ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇവിടെ ഒരു ശകലം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ടോട്ടല് 3 പാക്കറ്റാണ് എടുത്തേക്കുന്നത്. അതായത് ഏകദേശം ഒരു 3/4 കിലോ എടുത്തിട്ടുണ്ട്. അതായത് 750 ഗ്രാമിന് എടുക്കും. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ആ വെള്ളത്തിനകത്ത്, കാരണം വെള്ളം നേരത്തെ ചൂടാക്കി വെച്ചതാണ്. അപ്പോൾ ഇതൊന്ന് ഈ വെള്ളത്തിനകത്തേക്കൊന്ന് മുക്കി കൊടുക്കാം. എന്നാലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുതിർന്ന് വരണം. അപ്പോൾ അതാ കണ്ടോ, നമ്മുടെ സോയാബീനെല്ലാം വെള്ളത്തിലെല്ലാം ചൂടുവെള്ളത്തിലിട്ട് നല്ല കുതിർന്ന് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ഇതുണ്ടോ, ഇതിപ്പോൾ നമ്മൾ ആ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് 3 പാക്കറ്റ് ഇട്ടപ്പോൾ ഒന്നും തോന്നിയില്ല, കാരണം ഇപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി ആയുള്ളായിരുന്നു. ഇപ്പോൾ നമ്മൾ കുതിർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ 1 ചരുവം സോയാബീൻ ഉണ്ട് ഇത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് നമുക്ക് വെള്ളം ഒന്ന് പിഴിഞ്ഞ്, നമ്മൾ ജസ്റ്റ് കൈ വെച്ച് തന്നെ ഇതേപോലെ വെള്ളം ഒന്ന് പിഴിയുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു അരിപ്പ മാതിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അരിപ്പമുള്ള പാത്രത്തിലേക്ക് ഇങ്ങനെ വെള്ളം പിഴിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പിഴിഞ്ഞ് നല്ല റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സോയാബീനെല്ലാം നമ്മൾ വെള്ളമെല്ലാം പിഴിഞ്ഞ് നല്ല സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നേരെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതിപ്പോൾ നല്ല ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഏകദേശം ഇപ്പം എന്താ പറയുക, 3 പാക്കറ്റ് എടുത്തപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി നമുക്ക് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ 3 പാക്കറ്റ് ആദ്യം എടുക്കുമ്പോൾ അത് വെള്ളത്തിലിടുന്നതിന് മുമ്പ് നോക്കുമ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല. കണ്ടോ, ഇപ്പോൾ 1 ചരുവം സോയാബീനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി, നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച മുളക് പൊടിയാണ്. ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതിനുശേഷം ഒരൽപ്പം ഗരം മസാല. ഇപ്പോൾ 2 സ്പൂണ് ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ആവശ്യത്തിനുള്ള കോൺഫ്ലോറും കൂടെ ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നല്ലപോലെ ഈ മസാല എല്ലാം കൂടെ നമ്മുടെ സോയാബീനിലേക്ക് പിടിക്കണം. ഇപ്പം സോയാബീൻ ഇപ്പോൾ ഡ്രൈ ആയിരിക്കണം, വെള്ളമയം ചെറിയൊരു വെള്ളമയമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതൊന്ന് മസാല എല്ലാം നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്ത് നമുക്കിത് മസാല പുരട്ടിയെടുക്കാം. കാരണം ഈ സോയാബീനിലേക്കെല്ലാം ഈ കോൺഫ്ലോറും നമ്മുടെ മസാല എല്ലാം നല്ലപോലെ ഇതിലേക്കൊന്ന് പിടിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മസാല പുരട്ടിയെടുക്കാം. ഇതാണ്ടോ, അപ്പോൾ നമ്മുടെ സോയാബീനെല്ലാം നല്ല അടിപൊളിയായിട്ട് മസാല എല്ലാം പിടിച്ച് നമ്മുടെ കോൺഫ്ലോറും നമ്മൾ ചേർത്ത് മസാല എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് ഇതിലേക്ക് സെറ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ ഇങ്ങനെ മസാല എന്നതെല്ലാം ഇതിലേക്കൊന്ന് പിടിക്കണം. ഇപ്പോൾ 1 അരമണിക്കൂർ നമുക്കിതിങ്ങനെ ഒന്ന് സെറ്റാകാനായിട്ട് വെക്കാം.
ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ അരിയാനും എടുക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം എന്താ പറയുക, ഉള്ളിയും ക്യാപ്സിക്കവും അതിന് വേണ്ട മസാല ഐറ്റംസ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇത് കണ്ടോ, സോയാബീൻ നമ്മുടെ മസാല എല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. പാത്രം നമ്മൾ ജസ്റ്റ് ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പം പാത്രം ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട എണ്ണ പൊട്ടിച്ച് വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ എണ്ണയൊന്ന് ചൂടായി വരാനായിട്ടൊന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ല സെറ്റായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോയാബീൻ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തീരത്തില്ല. അവിടെ നമുക്കിതൊന്ന് 2 ട്രിപ്പായിട്ട് നമുക്കിത് ഫ്രൈ ആക്കാം. ആദ്യത്തെ ഒരു ട്രിപ്പ് സോയാബീനെല്ലാം നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കളറ് തന്നെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക്, ഞാനിപ്പോൾ ഒരു ടിഷ്യൂ ഇട്ടിട്ട് ആ ടിഷ്യൂവിലേക്കാണ് മാറ്റുന്നത്. കാരണം ഇതിലേക്ക് നല്ലപോലെ ഓയിൽ പിടിക്കും. അപ്പോൾ നമ്മളൊരു ടിഷ്യൂ ഇട്ട് കഴിഞ്ഞ് അതിനകത്തൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള മാക്സിമം ഓയിലെല്ലാം ആ ടിഷ്യൂവിലേക്ക് അങ്ങ് ഇറങ്ങിക്കോളും. അപ്പോൾ നമുക്ക് അധികം ഓയിലാവത്തില്ല. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ട്രിപ്പ് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കാരണം ഇത് ഫ്രൈ ആക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അധികം ഡാർക്ക് ഫ്രൈ ആക്കരുത്. കണ്ടോ, ഇത് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ശകലമൊന്ന് ആ തണുത്ത എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അത് നല്ല അത്യാവശ്യം ഒരു ഹാർഡ് പരുവാകും. അവിടെ ഒരു മീഡിയം ഫ്രൈ ആക്കി എടുത്താൽ മതി. അതാകുമ്പോൾ ഈ കറക്റ്റ് പരുവത്തിൽ നമുക്ക് ഈ ഒരു രീതി നമുക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടും. ഇത് പച്ചയ്ക്ക് തിന്നാൻ തന്നെ, അതായത് ഈ മസാല വരട്ടി നമ്മൾ ഈ ഫ്രൈ ആക്കി എടുത്തത് ഇതിങ്ങനെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ സോയാബീനെല്ലാം നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്കുള്ള നമ്മുടെ സോയാ ചില്ലി ഉണ്ടാക്കാനായിട്ടുള്ള മസാലക്കൂട്ട് ഉണ്ടാക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ എണ്ണ നമ്മൾ നേരത്തെ പഴയ ഫ്രൈ എടുത്ത എണ്ണ തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം അതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം എല്ലാം അരിഞ്ഞ് വെച്ചേക്കുന്നത് ചെറിയ ചെറിയ നല്ല സ്ക്വയർ പീസായിട്ടാണ് അരിഞ്ഞ് വയ്ക്കുന്നത്. ക്യാപ്സിക്കം അതേപോലെ തന്നെ നമ്മുടെ സവാള നമ്മൾ വലിയ പീസാക്കി അരിഞ്ഞെടുത്ത് സവാളയാണ്. ഈ സവാള ഞങ്ങൾ അതിനകത്ത് ചേർക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ സവാളയും ക്യാപ്സിക്കം കൂടെ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. കാരണം ഇത് ഒരുപാടങ്ങ് വേവിക്കരുത്. സവാളയും ക്യാപ്സിക്കം ഒരുപാടങ്ങ് വാടി പോകാനും പാടില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഒരു ലൈറ്റായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കവും ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. വഴണ്ട് മീൻസ് ഒരു ചെറിയതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ അടുത്തടുത്ത് ചേർക്കുന്നത് സോയാ സോസാണ്. കുറച്ച് സോയാ സോസ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മുടെ ഗ്രീൻ ചില്ലി സോസ്,
നമ്മൾ ഗ്രീൻ ചില്ലി സോസും ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസും ഇതിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മളൊരൽപ്പം മുളക് പൊടി, അതിനുശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. അതിനൊപ്പം തന്നെ ഒരു ശകലം ഗരം മസാല ശകലം ചേർത്തിട്ടുള്ളൂ, അധികം വേണ്ട. നമ്മൾ ഓൾറെഡി ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് 1 സ്പൂണ് പഞ്ചസാരയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസും കൂടെ ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കാം. നമ്മുടെ ഗ്രേവി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്, മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില, ആ കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടെ അങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ പിന്നെ വേറെ കാര്യം, നമ്മൾ ക്യാപ്സിക്കം നമ്മളിപ്പോൾ ഗ്രീൻ ക്യാപ്സിക്കമാണ് എടുത്തേക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കളർഫുള്ളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോയോ അല്ലെങ്കിൽ റെഡ് ക്യാപ്സിക്കം ഒക്കെ കിട്ടും. അത് നമുക്കിതിനകത്ത് ചേർക്കാം, ഒരു കളർഫുള്ളായിരിക്കും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ സോയാബീൻ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സോയാബീനിലുള്ള ഓയിലെല്ലാം നല്ല സെറ്റായിട്ട് ആ ടിഷ്യൂവിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഗ്രേവി എല്ലാം കൂടെ നമ്മുടെ ഈ സോയയിലേക്കൊന്ന് പിടിക്കണം. നമുക്കിത് നല്ലപോലെ ഒന്ന് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് ഒരല്പം വിനാഗിരിയും കൂടെ ചേർക്കുന്നുണ്ട്. വിനാഗിരി നമ്മൾ ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ആ വിനാഗിരി ബോട്ടിലിൻ്റെ അടപ്പിന് തന്നെ ഒരു 4 ഉണ്ട്. ഇത് വേറെ ഈ അടപ്പിന് ഒരു 4-5 അടപ്പ് വിനാഗിരി ചേർത്തിട്ടുണ്ട്. വേണം അതും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സോയാബീനിലേക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ട് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫൈനലി ശകലം നമ്മുടെ മല്ലിയില ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് മല്ലിയിലയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ എന്താ പറയുന്നത്, ആ മസാലയുടെയൊക്കെ നല്ല അടിപൊളി മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചില്ലി സോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണ്ട, നല്ല അടിപൊളിയായിട്ട് സംഭവം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് ഞാനിത് ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റട്ടെ. ശകലം നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഓക്കെ, ഇനിയിപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. അത് സൂപ്പർ സാധനം, ഒരു രക്ഷയില്ല. നമ്മൾ ഈ സോയാബീൻ നമ്മൾ പല ടൈപ്പ് നമ്മൾ സോയാബീൻ കറിയും പല ടൈപ്പ് തോരൻ വെച്ച് കഴിക്കാറുണ്ട്, കറി വെച്ച് കഴിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ മുന്നിൽ നമ്മൾ ഈ നോൺ വെജ് ചിക്കനും ബീഫും മട്ടനും ഒക്കെ മാറിയിരിക്കും. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ആഹാ, അടിപൊളി, സൂപ്പർ സാധനം. കാരണം ഇതുവരെ ഈ ഒരു സാധനം ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. ഇന്ന് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമ്മുടെ ചില്ലി ചിക്കൻ ഒന്നും അതിന് മതി. ആഹാ, അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അടിപൊളി. സൂപ്പർ. അപ്പം നമ്മുടെ
ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി തന്നെ അതിൻ്റെ പുതിയ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ലേറ്റസ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ഓക്കെ ബൈ. ഞാനതൊന്ന് തിന്ന് തീർക്കട്ടെ.